കർണാടകയിലെ ഹുൻസൂരിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ വൻ കവർച്ച. നഗരമധ്യത്തിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടി 4 മിനിറ്റ് കൊണ്ട് 7 കോടി രൂപയുടെ സ്വർണമാണ് അഞ്ചംഗ സംഘം കവർന്നത്. സിനിമയെ വെല്ലുന്ന ആസൂത്രണമാണ് കർണാടകയിലെ ഹുൻസൂർ ടൗണിലെ തിരക്കേറിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ജ്വല്ലറിയിൽ സംഭവിച്ചിരിക്കുന്നത്. മലയാളിയായ അബ്ദുൽ സലാമിന്റേതാണ് ഈ സ്ഥാപനം. ഉച്ചയ്ക്ക് ശേഷം ആളുകൾ ജ്വല്ലറിയിൽ കുറവായിരുന്ന സമയത്താണ് ബൈക്കുകളിൽ എത്തിയ അഞ്ചംഗ സംഘം കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഹെൽമറ്റും മാസ്കും ധരിച്ച് തോക്കുധാരികളായി എത്തിയ സംഘം സെക്യൂരിറ്റി ജീവനക്കാരെയും ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയും തോക്കിൻ മുനയിൽ നിർത്തി ബന്ദികളാക്കി. യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതെ ലോക്കറുകൾ തുറപ്പിച്ച പ്രതികൾ കേവലം 4 മിനിറ്റ് കൊണ്ട് 7 കോടി രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വാരിയെടുത്ത് ബാഗിലാക്കുകയായിരുന്നു. പ്രൊഫഷണലായ രീതിയിലായിരുന്നു കവർച്ചാ സംഘത്തിന്റെ നീക്കങ്ങൾ. ജ്വല്ലറിക്ക് പുറത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തി ഒരാൾ കാവൽ നിൽക്കുകയും മറ്റുള്ളവർ അകത്ത് കയറി കവർച്ച നടത്തുകയുമായിരുന്നു. ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ച ജീവനക്കാരെ മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കൃത്യം നിർവഹിച്ച ശേഷം ഇവർ വാഹനത്തിൽ കയറി അതിവേഗം രക്ഷപ്പെട്ടു. എന്തായാലും ഇതിനെ സംബന്ധിച്ച് പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അന്തർ സംസ്ഥാന കൊള്ള സംഘമാണോ ഇതിന് പിന്നിലെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്.